അമേരിക്കൻ സൈക്കോളജിസ്റ്റ് മാർട്ടിൻ സെലിഗ്മാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിന് ഒരു ചേംബറിൽ വെച്ച് ഷോക്ക് കൊടുത്തു. ഈ ഡോഗ്സ് ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല. അതേസമയം ഒരു സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിന് ഇത്തരത്തിൽ ഷോക്ക് കൊടുക്കുകയും എന്നാൽ അവരൊരു പാനൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്തു. ഈ എക്സ്പെരിമെന്റിന്റെ സെക്കൻഡ് ഫേസിൽ അദ്ദേഹം ഈ രണ്ട് ഗ്രൂപ്പ്സിലുള്ള ഡോഗ്സിനെ ഒരു ബാരിയർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത ഷട്ടിൽ ബോക്സിൽ പ്ലേസ് ചെയ്തു. ഈ ഷട്ടിൽ ബോക്സിന്റെ ഒരു സൈഡിൽ ഡോഗ്സിന് ഷോക്ക് ലഭിക്കുകയും എന്നാൽ അടുത്ത സൈഡിലേക്ക് ഇവർ ജമ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. ഈ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് ഫേസിൽ പാനൽ പ്രസ് ചെയ്തുകൊണ്ട് ഷോക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഡോഗ്സ് മാത്രമാണ് ഇവിടെ ബാരിയർ ക്രോസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ട്രൈ ചെയ്തത്. മറ്റു ഡോഗ്സിനും ചെറിയൊരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഈ ബാരിയർ ക്രോസ് ചെയ്ത് ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. എന്നാൽ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം ഇവിടെയും അത് സാധിക്കില്ല എന്നുള്ള ചിന്ത കൊണ്ട് ആ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഡോഗ്സ് ഒന്നും ട്രൈ ചെയ്യുക പോലും ചെയ്തില്ല. ഈ ഒരു ഫിനോമിനനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് പലപ്പോഴും ചില നെഗറ്റീവ് സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനോ അതിൽ നിന്ന് ഓവർകം ചെയ്യാനോ കഴിയുമെങ്കിൽ പോലും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളതിന് ട്രൈ ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഡിപ്രഷൻ, ആൽക്കഹോളിസം, അക്കാഡമിക് അച്ചീവ്മെന്റ്, വെയ്റ്റ് മാനേജ്മെന്റ് ഇതിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നു.